അങ്ങനെ റിങ്കോ കുട്ടൻ്റെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. പക്ഷെ ഇടയ്ക്കൊരു കടയിൽ കയറാനുണ്ട്. മുത്തിൻ്റെ വക ഒരു ക്വിക്സ ഷോപ്പിംഗ്. ഇത് കൊല്ലം പള്ളിമുക്കിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഞാനിവിടെ വരുമ്പോൾ എന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആ കടയുടെ ഓണറിനെക്കാട്ടി നന്നായിട്ട് പറഞ്ഞു തന്നിരുന്നത് മുത്താണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് അവിടെ പോകാൻ. കാരണം അവൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. മൊത്തത്തിൽ ഒന്ന് കയറി ഇറങ്ങി ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഒന്നും നോക്കില്ല, ദേ ഇവനെ അങ്ങോട്ട് വാങ്ങി. കൊമ്പായ കൊമ്പുച്ച കുമ്പായെന്നാണോ ഇനി? അബി അവിടെ ഇരുന്നിട്ട് ഇവനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. ലോ കലോറിയാണ്, അടിപൊളിയാണ്, റീൽസിൽ കാണാറുണ്ട്. പക്ഷേ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു വൃത്തിയട്ട സിറപ്പിന്റെ ടേസ്റ്റ്. എങ്ങനെ ഇതൊക്കെ ഈ മനുഷ്യന്മാർ കുടിക്കുന്നത്? അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ദേ നമ്മൾ മേടിച്ച മീൻ, നമ്മൾ പിടിച്ച മീൻ ചേച്ചി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ കുമ്പിടിയോ? അവിടെയുണ്ട് ഇവിടെയുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ഷോപ്പിംഗ് കാരണം നമ്മൾ കുറച്ച് ലേറ്റായി. ചേച്ചി എൻ്റെ പിറകെ ഇങ്ങ് പോരുന്നു. പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നപ്പോഴേക്കും അമ്മ ദേ വിഷുവിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. എന്താ ഒരു ക്ലൈമറ്റ് അല്ലേ? വെയിലും ഇല്ല, എന്നാ മഴ വരാൻ പോകുന്ന പോലെ. അടിപൊളി രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നടക്കാൻ. ഇവിടെ ഞങ്ങളുടെ ഉലാത്തി മതിയായ സ്ഥിതിക്ക് ഇനി നേരെ അടുക്കളയിൽ പോയി കുറച്ച് അടുക്കള നിരീക്ഷണം ആവാം. അമ്മ നല്ല കിടിലം കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിന്ന് മേടിച്ചിരിക്കുന്നത് തെരണ്ടി അല്ലെങ്കിൽ തെരച്ചി. ഞങ്ങൾ കൊല്ലംകാര് അങ്ങനെ കേട്ടോ ഇതിനെ പറയുന്നത്. അപ്പം അതാണ് ഇന്ന് നമ്മൾ ലഞ്ചിനുണ്ടായിരുന്നത് കേട്ടോ. നല്ല ചോറും മോരുകറിയും പൊരിച്ച മീനും ഒക്കെ ചേർത്തിട്ട് എന്താ ഒരു തീറ്റ. വീട്ടിൽ വന്നാൽ പിന്നെ ഇതാണല്ലോ മെയിൻ പരിപാടി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിലെ ആ തിക്കും തിരക്കും അങ്ങോട്ട് മാറി കേട്ടോ. ഞാൻ അമ്മയോട് പോയി കുറച്ച് സൊറയൊക്കെ പറഞ്ഞു. അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് ചട്ടി പിടിക്കാത്തതുകൊണ്ട് ഒന്നും സെറ്റായിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി. പേര് കുറച്ച് മാറിപ്പോയി. കണ്ണൻ ചേട്ടൻ എന്നെ ദോശയപ്പം ഒന്ന് പേര് വിട്ടു കേട്ടോ. എന്തായാലും കണി വെച്ചല്ലേ പറ്റുള്ളൂ. ഇനി കുറച്ച് റെസ്റ്റ് ആവാം. ആർക്ക്? അമ്മയ്ക്ക്.